എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രേഖ രതീഷാണ്. രേഖ രതീഷിനെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പരസ്പരം സീരിയലിലൂടെ അമ്മ കഥാപാത്രം വളരെ ഭംഗിയായി അവതരിപ്പിച്ച ഒരു സ്ത്രീയാണ് രേഖ രതീഷ്. ആ ഒരു കഥാപാത്രത്തോടു കൂടി കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ ഒരു ഇടം നേടാനായിട്ട് രേഖ രതീഷിന് സാധിച്ചു. ഇന്നലെ രേഖ രതീഷ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നി. കാരണം വേറെ ഒന്നല്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിക്കൊണ്ടാണ് രേഖ രതീഷ് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 5 മില്യൺ വ്യൂസ് കടന്നിരിക്കുകയാണ്. 5 മില്യൺ. ഈ 5 മില്യൺ കടക്കാനായിട്ട് ഈ ഒരു വീഡിയോയിൽ എന്താണുള്ളത്? അതായത് അവർ പറയുന്നത് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏത് യൂട്യൂബേഴ്സ്, എപ്പോ, എങ്ങനെ, എന്ത്, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ആ ഒരു വീഡിയോയിൽ ഉത്തരവില്ല. കുറച്ച് കണ്ണീരും അഭിനയവും മാത്രമാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രേഖ രതീഷ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന്, എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. അപ്പോ രേഖ രതീഷ് പറയുന്നത് 2-3 മാസങ്ങളായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് മോശം ക്യാപ്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് രേഖ രതീഷിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, രേഖ രതീഷിനെ കുറിച്ച് അത്തരം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീഡിയോസ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണണം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കാണുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇല്ല, അത്തരം വീഡിയോസ് ഒന്നും ഇല്ല. ഇവരെ കുറച്ച് ഇന്റർവ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവരെ കുറിച്ച് മോശമായിട്ടെന്ന് പറയുന്നത്, ഇവരിപ്പോ 5ാമതും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി അതാണോ എന്നുള്ളത് അറിയത്തില്ല. അതാണ് പറഞ്ഞത്, ഇവരുടെ വീഡിയോയിൽ ഇവര് എന്താണ് കാരണം, ആരാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത് ഒന്നും പറയുന്നില്ല. ഒരു പരാതി. പിന്നെ മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന് മുതലാണ് ഇത്തരം വീഡിയോയിലൂടെ പരാതി കേട്ട് തുടങ്ങിയത്? റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്താൽ പോലും തീർപ്പായി കിട്ടുന്നില്ല, പിന്നെയാണ് വീഡിയോയിലൂടെ. എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ 5 മില്യൺ കടന്നിരിക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് ബാക്കി കൂടി ഒന്ന് കണ്ടുനോക്കാം. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെയാകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇവർക്ക് ഇത്തരത്തിൽ ഒരു സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സൈബർ പോലീസിന് ഒരു പരാതി നൽകേണ്ടതാണ്. അത്തരത്തിൽ ഇവരൊരു പരാതി നൽകിയതായിട്ട് ഒരു അറിവുമില്ല. മനസ്സിലായില്ലേ? ഒരറിവില്ല. ഇത്തരത്തിൽ ഇവരെ സൈബർ ബുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയതായിട്ട് ഒരു അറിവുമില്ല. ഇവരെന്തായാലും ഇപ്പോൾ പൊട്ടിമുളച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. കാലങ്ങളായിട്ട് എന്താ പറയുക, ഫീൽഡിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഈ പറയുന്ന രേഖ രതീഷ്. ഇന്നോ ഇന്നലെയോ ആയിട്ട് പൊട്ടിമുളച്ച് വന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവർ പുതിയതായിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അത്തരം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള തമ്പനേലുകളോ വീഡിയോസോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനടക്കം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് 100% ഉറപ്പാണ്. മനസ്സിലായില്ലേ? അതോടുകൂടി ഇവർക്ക് ആ ഒരു പേജ്, ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതും അവർക്ക് ഉറപ്പാണ്.
ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രമാണോ എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു കംപ്ലൈന്റ് അത് ഇവര് റിട്ടേൺ ആയിട്ട് കൊടുത്തതായിട്ട് ഒരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സൈബർ പോലീസിനോ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തതായിട്ട് ഒരു അറിവും നമുക്ക് ലഭിക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനയം മാത്രമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയോടൊന്ന് കേട്ടോക്കാം. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഇതിപ്പോ രേഖാരതീഷ് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ആളുകളെയും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. രേഖാരതീഷിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ അവതരിപ്പിക്കണം. എന്താ പറയാ, യൂട്യൂബർ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ചാനൽ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, ന്യൂസ് ചാനൽ വരെ എടുത്ത് ചർച്ചയാക്കിയിട്ടുണ്ട് ഈ രേഖാരതീഷിന്റെ ഈ ഒരു വിഷയം. അപ്പോൾ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. യൂട്യൂബേഴ്സ് ഇവരെ അപകീർത്തിപ്പെടുത്തുന്നു, തംബ്നെയിലിൽ അപകീർത്തിപ്പെടുത്തുന്നു, ക്യാപ്ഷൻസ് ഇട്ട് അപകീർത്തിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്തരം വീഡിയോസ് ഏതാണെന്നുള്ളതും രേഖാരതീഷ് പറയേണ്ടത് ഉത്തരവാദിത്തം അവർക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് സൈബർ ബുൾ ചെയ്ത് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സൈബർ പോലീസിൽ കംപ്ലൈന്റ് നൽകുക. അതിന് കൂടെ നിൽക്കാനായിട്ട് നല്ല നല്ല യൂട്യൂബേഴ്സും നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു അന്തവുമില്ല കുന്തവുമില്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സംശയിക്കേണ്ടതിരിക്കുന്നു. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ആളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, ബൈ.